ഏതാണ്ട് ഒരു പിന്നെ 2 മണിക്കൂറോളം ഞാൻ അവിടെ സ്തംഭിച്ച പോലെ ഇരിക്കുകയായിരുന്നു. അദ്ദേഹം അപ്പോൾ വളരെ ജാഗ്രതയോടെ ഇരിക്കേണ്ടതാണ്. ഞാൻ സത്യത്തിൽ പാൻഡമിക് ആകാനുള്ള കാരണം ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളെന്ന നിലയിലും ഒരു കറണ്ട് എം എൽ എ നിലയിൽ ഇലക്ഷന്റെ തുടർന്ന് ഇനി വരാൻ പോകുന്ന ഇലക്ഷനൊക്കെ ബാധിക്കുന്ന ഒരു വിഷയം ആയതുകൊണ്ട് ആക്ച്വലി ഇന്ന് രാവിലെ ഒരു 10 മണി 10:06 ആകുമ്പോൾ എനിക്കൊരു നോർമൽ കോൾ വന്നു. അപ്പോൾ ആ കോൾ അറ്റൻഡ് ചെയ്തപ്പം അത് യഥാർത്ഥത്തിൽ ഇംഗ്ലീഷിലായിരുന്നു. അപ്പോൾ എൻ്റെ പേരൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അത് ഇന്നാളാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് എന്ന് മുംബൈയിൽ നിന്ന് വിളിക്കുകയാണ്. എൻ്റെ പേരിൽ ഒരു ഡോക്യുമെൻ്റ് രജിസ്റ്റർ ചെയ്തിരുന്നു. ആ ഡോക്യുമെൻ്റ് ഉപയോഗിച്ചിട്ട് പഹൽഗാം ബ്ലാസ്റ്റിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള പ്രതിയായിട്ടുള്ള അഫ്സൽ ഖാൻ എന്ന് പറയുന്ന ആള് സിം കാർഡ് വേറൊരു നമ്പർ കൂടെ പറഞ്ഞത് ആ നമ്പറിൽ എടുത്തിട്ടുണ്ടെന്നും അയാളെ അറസ്റ്റ് ചെയ്ത സമയത്താണ് നിങ്ങൾ ഈ നമ്പർ നിങ്ങളുടെ പേരിൽ ഡോക്യുമെൻ്റ് രജിസ്റ്റർ ചെയ്തതായിട്ടും ഫേക്കായിട്ട് വന്നതായിരിക്കാം ചിലപ്പോൾ, പക്ഷെ ഇങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് ഇംഗ്ലീഷിൽ സംസാരിച്ചു എന്നോട്. അപ്പം ഞാൻ അത് എന്താണെന്ന് അറിയാനായിട്ട് വീണ്ടും അദ്ദേഹത്തോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. അപ്പോഴാണ് കേസ് നമ്പർ JKC ഒരു 0171 ദെൻ ലൈക്ക് 2006 എന്നൊക്കെ 2005 എന്നൊക്കെ പറഞ്ഞ കേസ് നമ്പറൊക്കെ തന്നു. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ബോംബ് ബ്ലാസ്റ്റും ബോംബെയായിട്ട് എനിക്കെന്താണ് ബന്ധം, പക്ഷേ ഞാനൊരു MLA ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കറണ്ട് MLA ആണ് ഇങ്ങനെ കേരളത്തിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും അപ്പോൾ എനിക്ക് അറിയണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ ഞാനത് ഫോണ് കട്ടാക്കിയില്ല. പിന്നീട് അദ്ദേഹം നേരെ നിങ്ങൾ പിന്നെ തിരുവനന്തപുരത്ത് കൊടുക്കാം, തിരുവനന്തപുരത്ത് സൈബർ സെല്ലിലെ ഹെഡ് ഓഫീസ് നിങ്ങളെ വിളിക്കും എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ അപ്പം തന്നെ ഞാൻ ചെവി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് കോള് അങ്ങോട്ട് കണക്ഷൻ കോളായി പോയിരുന്നു. അപ്പോൾ ഒരു സുരേഷ് കുമാർ ഹെഡ് ക്വാർട്ടേഴ്സ് സൈബർ സെല്ലിൽ നിന്ന് SI ആണ് എന്നും പറഞ്ഞിട്ട് പരിചയപ്പെടുത്തിയിട്ട് അയാൾ നോർത്ത് ഇന്ത്യക്കാരനാണ് യഥാർത്ഥത്തിൽ, മലയാളിയൊന്നുമല്ല. എന്നോട് സംസാരിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ട്, വളരെ സീരിയസ് ആണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾക്ക് ഒന്നിലേക്ക് നേരിട്ട് വരണം. അപ്പോൾ ഞാൻ പറഞ്ഞു സാധ്യമല്ല എന്നൊക്കെ സംസാരിച്ച സമയത്ത് പിന്നെ ഒരു നമ്പർ തരാം, നിങ്ങളതിൽ വിളിച്ചിട്ട് അവരോട് പറയുക അങ്ങനെ സംഭവം എനിക്കിത് ബന്ധമൊന്നുമില്ല എന്ന നിലയിൽ സംസാരിച്ചത് എന്തെങ്കിലും തീർപ്പാക്കണം അങ്ങനെ നിലയിൽ പറഞ്ഞു. മാത്രമല്ല നിങ്ങൾ ഇപ്പോൾ MLA ഇതൊക്കെയാണല്ലോ, മത്സരിക്കാനൊക്കെ പോവുകയാണ്, സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നോൺ ഇൻവോൾവ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ വേണ്ടി വരും, ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ ഫ്യൂച്ചറും പൊളിറ്റിക്കൽ പാർട്ടി എന്നാലും ബാധിക്കും എന്ന നിലയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒരു പാൻഡമിക് പോലെയായി. ഞാനപ്പം ക്യൂരിയോസിറ്റി കൊണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചു. അപ്പോഴാണ് പിന്നെ അദ്ദേഹം സ്വയം ഇങ്ങനെ അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് വാട്സപ്പിലേക്ക് വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ വാട്സപ്പിലേക്ക് ഞാൻ വിളിച്ചപ്പോൾ അയാൾ വീഡിയോ കോൾ വഴിയാണ്. ഏതാണ്ട് ഒരു 2 മണിക്കൂറോളം ഞാൻ അവിടെ സ്തംഭിച്ച പോലെ ഇരിക്കുകയായിരുന്നു. അദ്ദേഹം എൻ്റെ ഡീറ്റെയിൽസ് അന്വേഷിച്ചു, പിന്നെ ആധാർ നമ്പറൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാനത് സത്യസന്ധമായി പറഞ്ഞു. അപ്പോൾ തന്നെ ഹസ്ബൻഡ് വന്നു, ഹസ്ബൻഡ് ഇരിക്കാൻ പറഞ്ഞു. അദ്ദേഹം ശരിക്കും അദ്ദേഹത്തിനും ഒരു അറസ്റ്റ് പോലെയായി. ദെൻ മോൻ വന്നു, മോനെ അതുപോലെ ആക്കി. ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ടാണ് പിന്നെ സംസാരിക്കുന്നത്. പിന്നീടാണ് പിന്നെ എൻ്റെ ഡ്രൈവർ നേരെ പോലീസിനെ വിളിച്ചു. പോലീസ് ഒന്ന് കുഴമന്നം പോലീസ് സ്റ്റേഷനിൽ ഒരു ടീം ഇവിടെ വന്നു. വരുന്നതിന് മുമ്പ് ഞാൻ ആ ഫോൺ കട്ടാക്കി. എനിക്ക് ഒരു പന്തികേട് തോന്നിയപ്പോൾ ഞാൻ വേഗം ഫോൺ കട്ടാക്കി. പിന്നെ ആധാർ നമ്പർ ഡീറ്റെയിൽസ് വാങ്ങിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ CISലേക്ക് കൊടുക്കുകയാണ്, നിങ്ങളുടെ പേരിൽ വേറെ എന്തെങ്കിലും കേസുകളുണ്ടോ എന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വാട്സപ്പിലൂടെ തന്നെ നമുക്ക് ഈ കണക്ഷൻ കോൾ പോകുന്നതായിട്ട് കാണാം. അപ്പോൾ അവിടെ നിന്ന് കുറേ വോയിസുകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ സെർച്ച് ചെയ്തു, വാറണ്ട് സെൻഡിങ് ആൻഡ് ഫ്രീസിങ് ഓർഡർ ഈസ് ആൾസോ സെൻഡിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും മുംബൈയിലെ കനറ ബാങ്കിൽ നിങ്ങളുടെ പേരിൽ ആ പ്രതി ബോംബ് ബ്ലാസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് പൂൾ ചെയ്യാൻ വേണ്ടി ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു പന്തികേട് തോന്നി. അപ്പോൾ ഞാൻ പിന്നെ അത് മനസ്സിലാക്കിയപ്പോൾ പിന്നെ ഫോൺ കട്ടാക്കി. അപ്പോഴത്തേക്കും പോലീസ് ഇവിടെ വന്നു. പോലീസിനോട് ഞാൻ എല്ലാം ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞു. അവർ വിളിച്ചതെല്ലാം കോൾ റെക്കോർഡ്സൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞ് 2 തവണ അയാൾ ഇങ്ങനെ തിരിച്ചു വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തില്ല. ഫോൺ എടുക്കാതെ ഇരുന്നപ്പോൾ ആക്ച്വലി വാട്സപ്പിൽ എന്നോട് പറഞ്ഞു കോൾ മീ ബാക്ക് അതർവൈസ് വി വിൽ ടേക്ക് ആക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നു. അപ്പോൾ ഞാനത് മൈൻഡ് ചെയ്തിട്ടില്ല. പിന്നെ അപ്പം തന്നെ ഞാൻ സൂപ്രണ്ട് ഓഫ് പോലീസിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഫേക്കാണ്, സൈബർ തട്ടിപ്പിൻ്റെ ഭാഗമായിട്ടാണ്, അപ്പോൾ മാഡം ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു. ഞാൻ വേഗം പിന്നെ ക്രൈം സെല്ല് സൈബർ സെല്ലിൽ CIനെ വിളിച്ച് ആ പോലീസുകാരെന്നെ നമ്പർ തന്നെ ഞാൻ വിളിച്ച് അപ്പോൾ തന്നെ പരാതി കൊടുക്കാനുണ്ടായത്. അപ്പോൾ യഥാർത്ഥത്തിൽ കാരണം നമ്മുടെ പ്രത്യേകിച്ച് ഞാൻ ഒരു കേരളത്തിലെ റൂളിംഗ് പാർട്ടിയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പിലുള്ള ഒരാളായതുകൊണ്ട് തന്നെ
ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെയെല്ലാം സംസാരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അത് പാർട്ടിയെ ബാധിക്കുന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ കാര്യത്തിൽ പിന്നെ കൂടുതലായിട്ട് അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അത് വരാൻ പാടില്ല എന്നുള്ളൊരു അപ്പോൾ എനിക്ക് പിന്നീട് മനസ്സിലായെന്ന് വെച്ചാൽ ഈ എൻ്റെ ആധാർ നമ്പറും ഇതൊക്കെ അതുവരെ ചോദിച്ചുള്ളൂ. അതിന് ശേഷം എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ കട്ട് ചെയ്തു. മേ ബി ഇനി അല്ലെങ്കിൽ വീണ്ടും ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ എൻ്റെ അക്കൗണ്ട് നമ്പറൊക്കെ ചോദിച്ച് ഇത് പൈസ തട്ടിപ്പ് ചെയ്യാനാണെന്നാണ് എനിക്ക് പിന്നീട് അത് മനസ്സിലായത്. പിന്നീട് നമ്മൾ കുറേ ന്യൂസൊക്കെ കണ്ടപ്പോഴത്തേന് സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഒരു പൊളിറ്റിക്കൽ ലീഡറിൻ്റെ പേരിലടക്കം കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത് ശരിക്കും പറഞ്ഞാൽ ഒരു സൈബർ തട്ടിപ്പിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ വളരെ ജാഗ്രതയോടെ ഇരിക്കേണ്ടതാണ്. ഞാൻ സത്യത്തിൽ പാൻഡമിക് ആകാനുള്ള കാരണം ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളെന്ന നിലയിലും ഒരു കറണ്ട് എം എൽ എ എന്ന നിലയിൽ ഇലക്ഷൻ്റെ തുടർന്ന് ഇനി വരാൻ പോകുന്ന ഇലക്ഷനൊക്കെ ബാധിക്കുന്ന ഒരു വിഷയം ആയതുകൊണ്ട് ആ നിലയിലുള്ള എൻ്റെ ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ അതിലാണ് യഥാർത്ഥത്തിൽ അവർ സംസാരിച്ചെന്നുള്ളത്. അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും പലരെയും പറഞ്ഞിട്ടുണ്ടാവുക. തീർച്ചയായിട്ടും വളരെ ജാഗ്രതയോടെ എല്ലാവരും ഇരിക്കണം എന്നാണ് പറയുന്നത്. അല്ല ഇത്തരം നമ്പറുകൾ വന്നാൽ ഓട്ടോമാറ്റിക്കലി ആസ് എൻ എം എൽ എ എനിക്ക് ഒരുപാട് കോളുകൾ വരാറുണ്ട്. ഞാൻ ഒരു കോളുകളും മിസ് ചെയ്യാറില്ല. ഏത് കോൾ വന്നാലും എടുക്കുകയും ചെയ്യും. ചിലപ്പോൾ മിസ്ഡ് കോൾ വന്ന് തിരിച്ച് വിളിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എൻ്റെ. അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇത് ഞാനത് അറ്റൻഡ് ചെയ്ത് പോയതാണ്. അപ്പോൾ പലരും ശ്രദ്ധിക്കണം. പബ്ലിക്സ് പ്രത്യേകിച്ച് നിങ്ങൾ അവെയർ ആവണം. ഈ സൈബർ തട്ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പുതിയ രീതിയിലേക്ക് പോകുകയാണ്. AI ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അത് എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവത്തിൽ വല്ലാത്തൊരു പാൻഡമിക് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് വിനയത്തോടെ നിങ്ങളോട് പറയാനുള്ളത്.